എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനായിട്ടൊരു അവസരം കൂടെ കർത്താവ് തന്നതിൽ കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ 53 ആഴ്ചകളിൽ ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് സംസാരിച്ച് വന്നത്. നമ്മുടെ സുമി സഹോദരി വന്നു ചേർന്നല്ലേ, കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞതുപോലെയാണല്ലോ. വന്ദനം. അപ്പോൾ കഴിഞ്ഞ 53 ആഴ്ചകളിൽ ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിച്ചത്. ഇത് 54-ാമത്തെ പ്രസംഗമാണ്. ഇത് എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള അവസാനത്തെ, എൻ്റെ അവസാനത്തെ പ്രസംഗം എന്നല്ല ഞാൻ പറയുന്നത്. ആ സീരീസ് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. അതിനുശേഷം അടുത്ത ആഴ്ച മുതൽ നമുക്കൊരു പുതിയ പുസ്തകം പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് വ്യക്തിപരമായ രീതിയിൽ തൻ്റെ ജീവ സാഹചര്യങ്ങളെക്കുറിച്ചും തൻ്റെ ചില സുഹൃത്തുക്കളെക്കുറിച്ചുമൊക്കെ പറയുന്ന സമാപന വാക്യങ്ങളാണ്. ചില അവസരങ്ങളിലൊക്കെ നമ്മൾ ഇതങ്ങ് പെട്ടെന്ന് വായിച്ച് വിടുന്ന വേദഭാഗങ്ങളാണ്. എന്നാൽ ഈ വേദഭാഗങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാരൊക്കെ പറയുന്നത് പൗലോസിനെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ വളരെ സഹായിക്കുന്ന വേദഭാഗങ്ങൾ എന്നാണ്. നമ്മൾ വേദശാസ്ത്രമൊക്കെ പറയുമ്പോൾ അതിൽ പൗലോസിൻ്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവും വ്യക്തിപരമായ ബന്ധങ്ങളും ഒന്നും അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ താൻ പറയുന്ന തൻ്റെ ഫൈനൽ ഗ്രീറ്റിങ്സ്, അവസാനമായിട്ട് താൻ ഈ ലേഖനം സമാപിപ്പിക്കുമ്പോൾ പറയുന്ന വേദഭാഗം തൻ്റെ വ്യക്തിബന്ധങ്ങൾ, തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്ന വാക്യങ്ങൾ എന്ന് ഈ വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അത് 6-ാമത്തെ അധ്യായത്തിൻ്റെയും എഫേസ്യ ലേഖനത്തിൻ്റെയും അവസാന വാക്യങ്ങളാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലതും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരിമാർക്കും സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, തനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട്, ദൈവത്തോട് അതിശക്തമായൊരു ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ജീവിച്ചത് എന്നത് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തെ അദ്ദേഹം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം സഹോദരന്മാർ തന്നെ ചുറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾ റോമാലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ചാലും അവിടെ അദ്ദേഹം ഒരുപാട് മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചിലരെക്കുറിച്ച് പറയുന്നത്, എനിക്ക് വേണ്ടി കഴുത്ത് വെച്ച് തരുവാൻ മനസ്സായിരുന്ന ചില മനുഷ്യർ, അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച, മാത്രമല്ല അദ്ദേഹം ഹൃദയംഗമായി സ്നേഹിച്ച ചില മനുഷ്യരെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ വാക്യങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും അനുഗ്രഹം നിസ്വാർത്ഥമായ വ്യക്തിബന്ധങ്ങളാണ്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും സൗന്ദര്യം നിസ്വാർത്ഥമായ വ്യക്തിബന്ധങ്ങൾ നമുക്കുണ്ട് എന്നതാണ്.
ബന്ധങ്ങളെ ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ജീവിതം സന്തോഷകരമാക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ ജീവിതം വളരെ വികൃതമാണ്. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ, അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ വളരെ വികൃതമായി ജീവിക്കുന്ന ആളുകളാണ്. ആ ജീവിതത്തിനൊരു സൗന്ദര്യമില്ല. പൗലോസ് വലിയ പ്രസംഗകനും മിഷനറിയും അപ്പസ്തലനും ഒക്കെ ആയിരുന്നുവെങ്കിലും അതിനോട് ചേർത്ത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം അതേ മനുഷ്യരെ സ്നേഹിച്ച, നല്ല ബന്ധങ്ങൾ നിലനിർത്തിയ, തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ തൻ്റെ ചുറ്റും നിർത്തിയ ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. നമ്മുടെ ജീവിതവും സൗന്ദര്യപൂർണ്ണമായി തീരുന്നത്, നമ്മൾ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നത് മനുഷ്യരെ സ്നേഹിക്കാനായിട്ട്, അല്ലേ? നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ്. ഞങ്ങളൊരു സ്നേഹിതൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ സഭകളായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ മധ്യത്തിൽ രമ്യതയും നല്ല ബന്ധങ്ങളും ഇല്ലെങ്കിൽ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയെന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ പേരൊക്കെ വിളിച്ചോളൂ, പക്ഷേങ്കിൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ മധ്യത്തിലുള്ള രമ്യത, നമ്മളുടെ മധ്യത്തിലുള്ളതായ സ്നേഹം, വ്യക്തിബന്ധങ്ങളാണ് നമ്മളുടെ സഭയുടെ സൗന്ദര്യമായിട്ട് ഇരിക്കുന്നത്. നമുക്ക് ഹൃദ്യമായ ബന്ധങ്ങൾ ആവശ്യമാണ്. നല്ല വ്യക്തിബന്ധങ്ങൾ നമുക്ക് വേണം. ഒരു മനുഷ്യന് പ്രസംഗകൻ പറഞ്ഞ പ്രസ്താവന രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ വേലയും ഇഷ്ടമാണ്, പക്ഷേ മനുഷ്യരെ സഹിക്കാൻ പറ്റുകയില്ലെന്ന്. നമ്മളുടെ അനുഭവം പലപ്പോഴും അങ്ങനെയല്ലേ? കർത്താവിനോട് നമുക്ക് സ്നേഹം, പക്ഷെങ്കിൽ ചില മനുഷ്യരെ സഹിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നമ്മളുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്നു. അവരോട് ഒരുമിച്ച് ചേർന്ന് പോകാനായിട്ട് പ്രയാസമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മീക ആഴം, അദ്ദേഹത്തിൻ്റെ ആത്മീകത നിർണ്ണയിക്കുന്നത് എങ്ങനെ ഈ ബന്ധങ്ങളെ രമ്യമായ രീതിയിൽ ദൈവഹിതപ്രകാരം കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ബന്ധങ്ങളെല്ലാം ശിഥിലമായതിനു ശേഷം നിങ്ങളുടെ ആത്മീയതയെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. ബന്ധങ്ങൾ ശരിയല്ല. ചില ഭക്തരെന്ന നടിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ഒരു മനുഷ്യരോടൊരു ചേർന്ന് പോകില്ല. ഭയങ്കര ഭക്തിയുമാണ്. അത് ബൈബിളിലെ ഭക്തിയല്ല കേട്ടോ. വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങളുടെ ആത്മീയതയിൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമാണ്. നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെന്ന് പറയാം, അല്ലേ? നമുക്ക് ചില മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവരോട് രമ്യപ്പെടാൻ കഴിയുന്നില്ല. എല്ലാവരെയും തുല്യമായി സ്നേഹിക്കാനും ഒന്നും നമുക്ക് സാധിക്കത്തില്ല. കാരണം ചോദിച്ചാൽ മനുഷ്യർ നമ്മളോട് ഇടപെടുന്നതൊക്കെ വ്യത്യാസമായിട്ടാണ്. എന്നാൽ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു രമ്യത, നമ്മളുടെ ഭാഗത്തു നിന്നൊരു സ്നേഹം, നമ്മളുടെ ഭാഗത്തു നിന്ന് സമാധാനമായിരിക്കാനുള്ളൊരാഗ്രഹം നിശ്ചയമായിട്ട് നമ്മൾ അത് കാണിക്കണം, അത് പുറപ്പെടുവിക്കണം. അവിടെ നല്ല വ്യക്തിബന്ധങ്ങളുടെ ഒരു ചിത്രം ഇവിടെ അപ്പസ്തലനായ പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ വളരെ മനോഹരമായൊരു വശം അദ്ദേഹം നിലനിർത്തിയ നിസ്വാർത്ഥമായ വ്യക്തിബന്ധങ്ങളാണ്. ഇവിടെ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന്. അപ്പോൾ ആ നിലയിൽ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്, അദ്ദേഹം പറയുന്ന കാര്യം, നിങ്ങളറിയണം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നിങ്ങളറിയണം എന്നതാണ് അദ്ദേഹം ആദ്യമായിട്ട് അവരോട് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ അതിൽ നിന്ന് നല്ല വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ സുതാര്യതയാണ്, ജീവിതത്തിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. ജീവിതം എങ്ങനെയാണ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നാം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു അറിവ് മറ്റുള്ളവർക്ക് ലഭ്യമാണ്. ആ നിലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വി ആർ നോട്ട് ഹൈഡിങ്. പല മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലേ? അവർ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്ന ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹൃദയംഗമായ ഒരു സംസാരമല്ല, അല്ലേ? ഒളിച്ചും മറച്ചുമൊക്കെയാണ്, ഇങ്ങനെ മതിൽക്കെട്ടുകൾക്ക് പിൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ്. ഹൃദയംഗമായ ഒരു ട്രാൻസ്പെറൻസി,
ഒരു സുതാര്യത അതിലില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എൻ്റെ അവസ്ഥ, ഞാൻ ചെയ്യുന്നത് എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്താണ്, എൻ്റെ അനുഭവവും അവസ്ഥയും ഒക്കെ എന്താണ് എന്ന് നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനായിട്ടില്ല. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ അറിയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ ബന്ധങ്ങൾ അങ്ങനെയാണോ? നമ്മളെക്കുറിച്ച് പൂർണ്ണമായിട്ടും മറ്റുള്ളവർ അറിയാനുള്ളതായിരിക്കുന്ന ധൈര്യം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർ വീക്ഷിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാം ഇപ്പോഴും വിജയിച്ചു എന്നുള്ളൊരു അർത്ഥത്തിലല്ല കേട്ടോ. നമ്മുടെ സങ്കടങ്ങളെ നമുക്ക് പങ്കുവയ്ക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മൾ സാധാരണ മനുഷ്യരാണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയട്ടെ. വ്യർത്ഥമായ രീതിയിൽ ആത്മീയതയുടെ ഒരു പരിവേഷവും അണഞ്ഞ് നമ്മൾ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതൊരു അരോചകമായ ബന്ധമാണ്. പല ഭക്തന്മാരോടും അങ്ങോട്ട് ചിലപ്പോൾ ഇടപെടാൻ സാധിക്കില്ല. ഒരിക്കലും ഒരു സ്ത്രീയെ അദ്ദേഹത്തോട് ബന്ധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ആളുകളോടൊക്കെ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആളുകളായിരുന്നു. പലരുമായിട്ടുള്ള നല്ല ബന്ധങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ പല ബന്ധങ്ങളും ഞാനങ്ങ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ അങ്ങ് ഒതുങ്ങി ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടിരുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നിങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാനങ്ങ് ആശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ജീവിതത്തിൻ്റെ സൗന്ദര്യമൊക്കെ പോയി. മനുഷ്യരുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വികലമായി. ബന്ധത്തിന് സുതാര്യമായ രീതിയിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു സ്ഥിതി വന്നു. അത് സങ്കടകരമായ കാര്യമാണ്. മനുഷ്യരോട് സംസാരിക്കും, ഹൃദയംഗമായി സംസാരിക്കാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? തുറന്ന് പറയാൻ പറ്റുന്ന ആളുകൾ, തുറന്ന് പറയുന്ന ആളുകൾ, നമുക്ക് സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകൾ കുറവല്ലേ? ചിലരോട് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെന്താ പറയുന്നേ? പിന്നൊന്നും പറയാനില്ലെന്നേ. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അവസ്ഥ, ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ അനുഭവം എന്താണ് എന്നത് പൂർണ്ണമായി നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദർ ഇസ് നത്തിങ് ടു ഹൈഡ്, യു നീഡ് ടു നോ. നിങ്ങൾ അറിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്ന വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം, ഈ കാര്യം സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വിശ്വസ്ത സഹോദരനായിരിക്കുന്ന തിഖിക്കോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അവിടെ തിഖിക്കോസിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്, പൗലോസിൻ്റെ ജീവിത അവസ്ഥയും അനുഭവവും ഒക്കെ സത്യസന്ധമായ രീതിയിൽ അദ്ദേഹം എഫേസോസിലുള്ള ആൾക്കാരോട് പറയും. അതാണ് തിഖിക്കോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം, നല്ല ബന്ധങ്ങളിലെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. യു ആർ ട്രസ്റ്റ് വർത്തി. അപ്പം നമുക്കൊരു കാര്യം ഒരാളിനോട് പറഞ്ഞാൽ അദ്ദേഹം അത് സത്യസന്ധമായ രീതിയിലേ പറയുള്ളൂ, പറയേണ്ട ആൾക്കാരോടെ പറയത്തുള്ളൂ. ദർ ഈസ് ദാറ്റ് ട്രസ്റ്റ് വർത്തിനെസ്. നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ, പലപ്പോഴും ആളുകൾ പറയില്ല എന്നാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ കേട്ടയാൾ പിന്നെ മറ്റുള്ളവരോടൊക്കെ പറയും. പിന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. വി ആർ നോട്ട് ട്രസ്റ്റ്വർത്തി. ആളുകളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ പിന്നെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നമ്മളുടേതായ അഡീഷനൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി ആളുകൾക്ക് ദോഷം വരുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ പലപ്പോഴും അതിനെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. സോ വി കനോട്ട് ടോക്ക് ടു ദം. അവരോട് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായി. മനുഷ്യർക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യസന്ധമായി മനസ്സിലാക്കും. മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ആ സത്യം മാത്രമേ പറയുള്ളൂ. അതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വി ക്യാൻ ഓപ്പൺ അവർ ഹാർട്ട്സ് ടു ദം. നമ്മുടെ ഹൃദയങ്ങളെ അവരുടെ മുൻപിൽ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ മുൻപിൽ തുറക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മളുടെ മുൻപിൽ അവർക്ക് തുറക്കാൻ പറ്റും. ഐ ആം സച്ച് എ പേഴ്സൺ, ഐ ഡോണ്ട് വാണ്ട് ടു റെപ്രസെൻറ്റ് ഹിം. മോശമായ രീതിയിൽ ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും. എന്നോട് ഒരു വ്യക്തിക്ക് സത്യമായി ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. ഐ വിൽ കീപ് ദാറ്റ് സീക്രട്ട് ആൻഡ് ഐ വിൽ ഓൺലി ടോക്ക് ടു ദ പീപ്പിൾ ഹൂ
ഇതിന് സഹായകരമായിരിക്കുന്ന ആളുകളോടെ ഞാനത് പറയത്തുള്ളൂ. പരസ്പരം വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ബന്ധങ്ങളെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യോന്യം വിശ്വസിക്കാൻ പറ്റുമോ? ആർ യു കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റ് ദാറ്റ് യു ക്യാൻ ടോക്ക് യുവർ ഹാർട്ട് ഔട്ട് ടു യുവർ ഹസ്ബൻഡ്? എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഹൃദയം മുഴുവനും തുറന്ന് പറയാനായിട്ട് പറ്റും. ഹി വിൽ ലിസൺ. എന്നിട്ട് അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. തിരിച്ചും പറയാം, ഭാര്യയോടുള്ളതൊക്കെ പറയാം. കാര്യം എന്ന് ചോദിച്ചാൽ ഷീ വിൽ ഹാൻഡിൽ ഇറ്റ് റൈറ്റ് ആൻഡ് ഷീ വിൽ ബി മൈ ഫ്രണ്ട്. അപ്പോൾ ആ ഒരു സുതാര്യത, അതുപോലെ തന്നെ പരസ്പരമുള്ളതായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത് നല്ല ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിൽ പറഞ്ഞു എന്തിനായി ഫിലിപ്പിലുള്ള എഫേസിലുള്ള ആൾക്കാരോട് ഈ കാര്യം പറയുന്നതിൻ്റെ കാര്യം എന്താ? അവരോട് എന്തിനാ പറയുന്നത്? ബിക്കോസ് ദേ ആർ കൺസേൺഡ്. പൗലോസിനെക്കുറിച്ച് പരിഗണനയുള്ള, പൗലോസിനെക്കുറിച്ച് ഭാരമുള്ള, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന ആത്മാർത്ഥതയുള്ള ചില മനുഷ്യരാണ് എഫേസോസിലുള്ള ആളുകൾ. ചിലർ പറയും ചിലരുടെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് മറ്റുള്ളവർക്ക് താല്പര്യമുണ്ട്. ചിലർ BBC കേട്ടോ. ചില ആളോട് ചോദിച്ചാൽ മതി, എല്ലാ വിവരവും പറയും. ആരുടെ കാര്യം അറിയണമെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ മതി. പുള്ളിക്ക് വേറെ ജോലിയൊന്നുമില്ല. അവിടെ വിളിക്കും, ഇവിടെ വിളിക്കും, അപ്പുറത്ത് വിളിക്കും, അപ്പുറത്ത് വിളിക്കും. എല്ലാ ആളുടെയും കാര്യം അറിയാം. എന്തിനാ അറിയുന്നേ? ഈസ് ഇറ്റ് ക്യൂരിയോസിറ്റി ഓർ ഈസ് ഇറ്റ് കൺസേൺ? നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നത് മറ്റുള്ളവരോട് പറയാൻ ആണോ, അതോ ആ വ്യക്തിയെക്കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യമുള്ളതുകൊണ്ടാണോ? അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നറിയണം. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം എന്ന് വിചാരിച്ചാണ്. എഫേസോസിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിന് ഭാരമാണ്. അതിന് കാരണം അപ്പസ്തലനായ പൗലോസ് എങ്ങനെയായിരിക്കുന്നു, അദ്ദേഹത്തിന് എന്ത് ഭവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്കറിയണം. അതിനെക്കുറിച്ച് ആത്മാർത്ഥമായിരിക്കുന്ന താല്പര്യമുണ്ട്. മറ്റ് മനുഷ്യരെക്കുറിച്ചൊക്കെ പരിഗണനയുള്ള ആളുകൾ എത്ര പേരുണ്ട്? സ്വാർത്ഥ നിർഭരമായൊരു ലോകമല്ലേ. മറ്റാരെക്കുറിച്ച് പറഞ്ഞിട്ടും കേട്ടിട്ടും എന്താ നമുക്ക് കാര്യമല്ലേ? ഒരാൾ പറഞ്ഞ പ്രസ്താവന എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പ്രശ്നം എൻ്റെ പ്രശ്നമല്ലായിരുന്നെങ്കിൽ എനിക്കത് പ്രശ്നമല്ലായിരുന്നു എന്ന് പറഞ്ഞു. മറ്റാരുടെയെങ്കിലും പ്രശ്നമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഈ പ്രശ്നം എൻ്റെ പ്രശ്നമായി പോയത് കൊണ്ടാണ് എനിക്കിത്രയും സങ്കടം. അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. മറ്റ് മനുഷ്യരെക്കുറിച്ച് താല്പര്യമുള്ള ആളുകളാണോ? അതോ നമ്മുടെ ഒരു ചെറിയ കൂട്ടിൽ ഇങ്ങനെ ഒതുങ്ങി നിന്ന് ഞാനും എൻ്റെ ഭാര്യയും, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾ തന്നെ കുറവാണ്, അങ്ങനെ ഒരു ചെറിയ ഒതുങ്ങിക്കൂടിയ ഒരു ജീവിതം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് സഹായിക്കാനൊന്നും പറ്റിയല്ല, ശരിയാണ്. എങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുള്ള, മറ്റുള്ളവരെക്കുറിച്ച് ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന ആളുകളോട് ചേർന്ന് സങ്കടപ്പെടുവാൻ ഹൃദയമുള്ള മനുഷ്യർക്ക് മാത്രമേ നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പാറ പോലെ ഹൃദയമുള്ള മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടുന്നത്? നമ്മൾ പീപ്പിൾ ആർ സോ ഹാർഡ്. അവർക്ക് യാതൊരു പരിഗണനയില്ല. പിന്നെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അയാളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഹി ഡസൻറ്റ് കെയർ. എനിക്കെന്താ പറ്റിയത്, എന്താ സ്ഥിതി, ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം. എൻ്റെ പല സഹോദരങ്ങൾ പറയുന്നത് നല്ല ബന്ധങ്ങളെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് താല്പര്യമുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദൈവമനുഷ്യരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയുള്ളവരാണ് ഒരു സഭയുടെ സൗന്ദര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യരാണ്. മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന, അവരെക്കുറിച്ച് ചിന്തിക്കുന്ന, അവരെക്കുറിച്ച് ഭാരപ്പെടുന്ന, സഹായിക്കുവാൻ മനസ്സുള്ള നല്ല മനുഷ്യർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കണം. ഐ ആം കൺസേൺഡ്. എനിക്ക് ഭാരമുണ്ട്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. നിങ്ങൾക്ക് നന്മ വരണം. നിങ്ങളുടെ സങ്കടങ്ങളിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾക്ക് നന്മ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. സോ വി ഹാവ് ടു ബി കൺസേൺഡ്. എന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അത് എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത്
മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന, എല്ലാ അവസരങ്ങളിലുമല്ല, ചില അവസരങ്ങളിലെങ്കിലും മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കാൻ മനസ്സുള്ള ആളുകളാണ്. മറ്റുള്ളവരെ പരിഗണിക്കുകയും ഉത്സാഹിപ്പിക്കുകയും അവർക്ക് മുൻഗണന കൊടുക്കുകയും ചെയ്യുവാൻ മനസ്സുള്ള ആളുകളാണ്. അപ്പോസ്തലനായ പൗലോസ് റോമിൽ തടവുകാരനാണ്. തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ കൂടെയുള്ള ആളാണ് തിഖിക്കോസ്. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ സഹായിക്കാനായിട്ട് ഒരു പക്ഷേ മറ്റാരെങ്കിലും ഉണ്ടോ നമുക്കറിയത്തില്ല, എങ്കിലും തിഖിക്കോസ് തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരനാണ്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോഴേ എഫേസോസിലേക്ക് അയക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചിരിക്കുക. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എഫേസോസിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ പൗലോസിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് പൗലോസിനെക്കുറിച്ചുള്ളതായിരിക്കും വിവരമെത്തിച്ച് അവർക്ക് ആശ്വാസം, അവരുടെ സങ്കടത്തിലൊരു ആശ്വാസം വരുത്താനായിട്ട് തനിക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന, തനിക്ക് സഹായമായിരിക്കുന്ന ഈ മനുഷ്യനെ എഫേസോസിലേക്ക് അയക്കാനായിട്ട് പൗലോസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഹി ഈസ് മോർ കൺസേൺ അബൌട്ട് ദ പീപ്പിൾ ഓഫ് എഫേസസ് ദാൻ ഹിസ് ഓൺ പേഴ്സണൽ കംഫർട്ട്. തൻ്റെ വ്യക്തിപരമായ സൗഖ്യവും സന്തോഷത്തെക്കാളും അധികം മറ്റു മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത്. അവരുടെ ശുശ്രൂഷകളാണ് ദൈവസ്വീകാര്യമായ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. എഫേസോസിലുള്ളതായിരിക്കുന്ന ആളുകൾ പൗലോസിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അവരുടെ സങ്കടം പൗലോസിന് സങ്കടമായി. അപ്പോൾ അവരുടെ സങ്കടം മാറണം. അതുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കുന്ന തിഖിക്കോസിനെ താൻ അവരുടെ അടുക്കലേക്ക് അയക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയാണ്. ഒരു കാര്യം കൂടെ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകാം. അത് തിഖിക്കോസിനെ കുറിച്ച് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഖിക്കോസ്. പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഖിക്കോസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന, മറ്റുള്ളവരെ മാനിക്കുന്ന, അവർക്ക് സ്ഥാനം കൊടുക്കുന്ന, അവർക്ക് പരിഗണന നൽകുന്ന ആളാണ് പൗലോസ്. പ്രസംഗകന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാം, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ പ്രസംഗകന്മാർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചാൽ അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, ആ ദോഷത്തിൻ്റെ പേരിൽ ഞാൻ അവനേക്കാളും മെച്ചാന്ന് പറയാൻ വേണ്ടിയായി ഈ അന്വേഷണം. അല്ലാതെ അവരെക്കുറിച്ച് നന്മ പറയുന്ന, അവരുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്ന ആളുകൾ കുറവാണ് അല്ലേ? മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ആൾ കുറവല്ലേ? കേരളത്തുകാരെക്കുറിച്ച് പറയുകയും വേണ്ട. അഭിനന്ദനമെന്ന് പറയുന്നത് നമുക്ക് അന്യമായ ഒരു കാര്യമാണ്. അഭിനന്ദനമെന്ന് പറയുന്നത് നമുക്ക് അന്യമാണ്. ആരെയും അഭിനന്ദിക്കല്ലേ, വല്ല കുറ്റം കൊണ്ടേ പറയും കേട്ടോ. കുറ്റം കൊണ്ടേ ചാടി അങ്ങ് പറയും. എൻ്റെ പിന്നെ വല്ല നന്മ പറയും. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരനെ കണ്ടു കേട്ടോ. അദ്ദേഹം എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ കുറ്റം അത് എന്നോട് പറയും. എന്നെ കാണുന്ന സമയത്തൊക്കെ കുറ്റമുള്ള മനുഷ്യനാണ് ഞാനതൊന്ന് സമ്മതിക്കുന്നു. എന്നാലും എൻ്റെ പൊന്നെ, വല്ലപ്പോഴുമൊക്കെ അച്ചായൻ നല്ല മനുഷ്യനാ, അച്ചായൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമെന്നൊന്ന് പറ. ഇയാൾ കാണുമ്പോഴെല്ലാം എൻ്റെ കുറ്റം പറയാം. എനിക്കൊക്കെ സങ്കടമായി പോയി കേട്ടോ. എനിക്കൊക്കെ സങ്കടമായി പോയി. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന, അവരുടെ നന്മകളെ അംഗീകരിക്കുന്ന, അവർ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താൽ നന്നായി എന്ന് പറയുന്ന ആ ഒരു മനസ്സ് നമുക്ക് വേണം കേട്ടോ. നമ്മുടെ മക്കളെക്കുറിച്ച് ഞാൻ വിശേഷങ്ങൾ പറയാം. ചില അപ്പനമ്മമാർ മക്കളെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അവൻ ചെയ്യുന്ന ഒന്നും സ്വീകാര്യമല്ല. അത് അവർ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ മടിയനായി പോകും. അവൻ ചിലപ്പോൾ ചെയ്ത് ഇനി അങ്ങനെ അവനങ്ങനെ അഹങ്കരിക്കുമൊന്നും വേണ്ട. അതുകൊണ്ട് ഇവനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. ജയിക്കില്ല കേട്ടോ. പിള്ളേർക്ക് മാതാപിതാക്കളിൽ നിന്ന് വിശേഷാലും ചെറുതായിരിക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അഭിനന്ദനമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവരെന്ത് നന്മ ചെയ്താലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം കേട്ടോ. അവർ ചെയ്തത് നന്നായി എന്ന് പറയണം. എൻ്റെ മോനെ നീ അങ്ങനെ ചെയ്തല്ലോടാ, നിനക്ക് എങ്ങനെയാണ് സാധിച്ചു? മക്കളെ അഭിനന്ദിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ നന്മകളെ കാണാൻ മനസ്സ് വയ്ക്കുന്ന ആളുകൾ. അത് മാത്രമല്ല, കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. എന്നാൽ അഭിനന്ദനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം.
ഭാര്യ നല്ലതായി കുക്ക് ചെയ്താൽ നന്നായി എന്ന് പറയുന്ന ഭർത്താക്കന്മാർ കുറവാണ്. ഉപ്പ് കൂടിയാൽ പറയും കേട്ടോ, നിശ്ചയമായിട്ടും പറയും. ഇന്നത്തെ കുക്കിംഗ് ശരിയായില്ല എന്ന് പറയും. നന്നായിരുന്നാൽ ഒന്നും മിണ്ടിയില്ലെങ്കിൽ അതിന് അർത്ഥം എന്തുവാ? കുഴപ്പമില്ല, നല്ല കുക്കിംഗ് ആയിരുന്നു എന്നതിൻ്റെ അർത്ഥം. നന്നായി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പലപ്പോഴും ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ ചിലപ്പോൾ കഴിക്കുന്ന ഉടനെ പ്രസംഗത്തിന് 3ാമത്തെ പോയിൻ്റ് ഓർത്തുകൊണ്ടായിരിക്കും ഞാൻ കഴിക്കുക. അപ്പോൾ അത് ഞാനത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറയും, എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പോൾ എനിക്ക് പ്രശ്നമുള്ള ആളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, മനുഷ്യനെ അഭിനന്ദിക്കുന്നത്, അവർ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന, ഒരു പ്രചോദനം നൽകുന്ന ഒരു സമീപനത്തിലാണ് നമ്മുടെ യു നീഡ് ടു ബി അറൗണ്ട് പീപ്പിൾ ഹു ആർ പോസിറ്റീവ്. എപ്പോഴും കുറ്റം പറയുകയും ദോഷം കണ്ടുപിടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വി ഹാവ് ടു ബി പോസിറ്റീവ്. എന്തെങ്കിലും ഒന്ന് പറ്റിയ ഉടനെ എന്താ പറയുന്നത്? ഒരു ചെറിയ പനി വന്നാലെന്ന് പറയുന്നത് ഇത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ആദ്യത്തെ സ്റ്റെപ്പാണ്. ഒരു ക്യാൻസറാണെന്നാണ് തോന്നുന്നത്. എൻ്റെ പിന്നെ ക്യാൻസർ അല്ലാന്ന് കണ്ടുപിടിക്കുന്ന സമയം വരെ ക്യാൻസറിൻ്റെ ഭാരം വഹിക്കണ്ടേ? എന്തോ ഒരു നെഗറ്റീവാണ് മനുഷ്യരെ. എന്ത് കണ്ടാലും അതിൻ്റെ ദോഷവശം മാത്രം പറയുന്ന ഒരു സമീപനം സാധ്യമാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് സ്റ്റാർട്ട് എൻകറേജിങ് പീപ്പിൾ. മനുഷ്യരെ ഉത്സാഹിപ്പിക്കുക, നല്ലത് പറയുക, അത് വ്യക്തിബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞത് സുതാര്യമായ ബന്ധമാണ്. നമുക്ക് ഹൃദയം തുറന്ന് പറയാൻ പറ്റും. ആളുകൾക്ക് മറവും അങ്ങനെ മൂടുപടവും ഒന്നുമില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് ആ രഹസ്യം സൂക്ഷിക്കുന്ന ആളാണ്. പറയേണ്ട ആളോട് മാത്രമേ പറയത്തുള്ളൂ, ഐ ക്യാൻ ട്രസ്റ്റ് ഹിം, ഹി വിൽ സേ ദ റൈറ്റ് തിങ്. വിശ്വസ്തന്മാരായിരിക്കുന്ന ആളുകളാണ്. മൂന്നാമത് പറയാനുള്ളത്, നമ്മളെക്കുറിച്ച് കരുതലുള്ള ആളുകളാണ്. ദേ ആർ കൺസേൺഡ്. അവരുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്, അവർക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ച് കരുതാനുമായിട്ടാണ്. കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്ന ആളുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ബന്ധങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് വേണം. നമ്മളുടെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളായിരിക്കണം. അപ്പോൾ ഇതിന് ഞാൻ ഒരു ആപ്ലിക്കേഷൻ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസംഗ പഠനത്തിന് വേണ്ടി പോയപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രസംഗിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറയണമെന്ന്. അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയാം. ഈ ആഴ്ചയിൽ നിങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതായത്, നിങ്ങൾ നിസ്വാർത്ഥമായ ബന്ധം ഉള്ള ആളാണ് തെളിയിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകനെ നിങ്ങൾ ഈ ആഴ്ചയിൽ വിളിക്കണം. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകനെ, ഒരു മിഷനറിയെ നിങ്ങൾ വിളിക്കണം. വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഐ ആം കൺസേൺഡ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് പരിഗണനയുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയണം. ചില മിഷണറിമാരൊക്കെ എന്നെ, ഞാൻ വല്ലപ്പോഴൊക്കെ അവരെ വിളിക്കും. ഞാൻ വിളിക്കുമ്പോൾ അവർ പറയും, എൻ്റെ അച്ചായ ഒരു മനുഷ്യൻ വിളിക്കാറില്ല, ആരും ഞങ്ങളെ വിളിക്കാറില്ല. ഈ ആഴ്ച നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മിഷണറിയെ നിങ്ങൾ വിളിക്കുമോ? അപ്പോൾ സഹോദരനോട് പറയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുക. ആ സഹോദരി ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടിട്ട് ഒരുപാട് കാലമായി. വിൽ യു കോൾ? എന്നിട്ട് അവരോട് അവരുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ അവരോട് പറയുമോ? അത് ഈ നല്ല ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. അതിനെക്കുറിച്ച് അത് പൗലോസിൻ്റെ ആശംസയാണ്. എഫേസോസിൽ മാത്രമല്ല, ഈ ലേഖനം വായിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു ആശംസയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നമുക്ക് വരുന്ന എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ കേട്ടപ്പോൾ പറഞ്ഞല്ലോ, നമ്മളുടെ കണ്ണുകൾ നമ്മൾ ഉയർത്തുന്നത് നമുക്ക് സഹായം വരുന്ന കർത്താവിലേക്കാണ്. നമ്മൾ വരുന്ന എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ്. നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ സഹായിക്കുവാൻ മനസ്സുള്ള, കരുത്തുള്ള ഒരു നല്ല ദൈവം നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ 3 കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ വാക്യത്തിൽ നിന്നും, മൂന്നാമത്തെ കാര്യം ഞാൻ അടുത്ത കാര്യത്തോട് ചേർന്നും പറയാം. സൗന്ദര്യമുള്ള ജീവിതവും പ്രവർത്തനവും അത് നിസ്വാർത്ഥമായ വ്യക്തിബന്ധങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഞാൻ പറയാം, ആശ്വാസകരമായ ആനന്ദകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിലും ദൈവാശ്രയത്തിലും അടിസ്ഥാനപ്പെട്ടതാണ്. അതാണ് ഞാൻ പറയാനാക്കുന്നത്. ആശ്വാസകരമായ സന്തോഷകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് സമാധാനമുള്ള ജീവിതവും ദൈവാശ്രയമുള്ള ജീവിതവുമാണ്. അത് രണ്ടുമാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് ആശംസിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടിയ സ്നേഹം എന്ന് അദ്ദേഹം പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഊന്നൽ ദൈവാശ്രയം എന്നുള്ളതായിരിക്കുന്ന ഊന്നലാണ്. വിശ്വാസം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആശ്വാസമാകും കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത്. സമാധാനമുള്ള ജീവിതം എന്ന് പറയുന്നത് എന്തൊരു ഭയങ്കര ആശ്വാസമാണ് അല്ലേ. ദൈവത്തോടുള്ള സമാധാനം, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോടുള്ളതായിരിക്കുന്ന സമാധാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മനുഷ്യരോടുള്ള സമാധാനം. നേരത്തെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വഴക്കുണ്ടോ? ചില ആളുകളോട് പിണങ്ങിയിരിക്കുകയാണോ? ആണോ? എനിക്ക് ഞാൻ പറയാം, സമാധാനം ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾ ആ വഴക്ക് അവസാനിപ്പിക്കണം. വഴക്ക് കേട്ട് ജീവിക്കാനുള്ളതായിരിക്കുന്ന നേരം നമുക്കില്ല. എത്ര കാലം കൊണ്ട് ഇനിയും? ഞാൻ വഴക്ക് കിട്ടിയ ആൾക്കാരെ ഇങ്ങനെ വല്ലപ്പോഴും ഓർത്തതിന് ശേഷം ഞാൻ വഴക്ക് കിട്ടിയ ആൾക്കാരിൽ നിന്ന് കൂട്ടുവെട്ടിയ ആൾക്കാർ എന്നിട്ട് ഞാൻ പറയും, ഞാൻ കൂട്ടൊക്കെ വെട്ടിയതായിരുന്നു, പക്ഷെങ്കിൽ കൂട്ട പുനഃസ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സഹോദരൻ എന്നോട് ക്ഷമിക്കണം, നമുക്ക് തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. ഞാനങ്ങനെ വ്യക്തിപരമായി വഴക്കായിട്ടുള്ള ഒരാൾ ഇപ്പോഴേ എന്നോട് എതിർപ്പുള്ള ആൾക്കാരും വിരോധമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ വ്യക്തിപരമായ രീതിയിൽ അങ്ങനെ വഴക്കിട്ട് നിൽക്കുന്ന ആളുകളില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. നിങ്ങളാരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഓർപ്പിച്ചു തന്നാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഈ വഴക്കും ആ മത്സരവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിന് സമാധാനത്തെ എടുത്തു കളയുന്നതാണ്. അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. നമ്മുടെ സമാധാനമില്ലാതെ പോകും. അപ്പം അതിനെക്കുറിച്ച് ഒരു ആൾ പറഞ്ഞ് ഞാൻ ഏറ്റുപറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, സമാധാനം എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് ദി അതർ പേഴ്സൺ, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ദ സേക്ക് ഓഫ് അവർ സെൽസ്. മറ്റു മനുഷ്യരോട് സമാധാനമായിരിക്കണമെന്ന് പറയുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇവരുമായുള്ള വഴക്ക് ഓർത്ത് എത്ര കാലമാണ് നമ്മൾ, എത്ര സമയമാണ്, എത്ര വേദനയാണ് നമ്മൾ സഹിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, എത്ര നീരസമാണ്, എത്ര കയ്പാണ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഉപേക്ഷിച്ചുകൂടെ? ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ കയ്പും വെളുപ്പും വിട്ടുകളഞ്ഞുകൂടെ? സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനിച്ചുകൂടെ? ദൈവത്തോട് സമാധാനം പ്രാപിച്ചതായിരിക്കുന്ന ആളുകൾ മനുഷ്യരോടും സമാധാനമായിരിക്കണം കേട്ടോ. വഴക്ക് അവസാനിപ്പിക്കണം. വ്യക്തിബന്ധങ്ങളിലുള്ളതായിരിക്കുന്ന വഴക്കുകൾ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി അങ്ങ് താഴണമെന്നേ. എന്താ കുഴപ്പം? ചില മനുഷ്യർ അവർ ചെയ്ത് തെറ്റൊന്നും സമ്മതിക്കില്ല കേട്ടോ. എന്നാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് ആ വഴക്കങ്ങ് വിടുക. അവർ വഴക്ക് കേട്ടിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ വഴക്ക് വിടുക. സമാധാനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സമാധാനത്തിൻ്റെ ഒന്നാമത്തെ ഞാൻ ദൈവത്തോടുള്ള സമാധാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവത്തോട് സമാധാനം കിട്ടി. ദൈവവുമായിട്ട് നമുക്ക് രമ്യതയിലാണ് ദൈവത്തോടുള്ള ബന്ധം. ഞാനത് അടുത്ത വാക്യത്തിൽ അല്പം കൂടെ വിശദമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞോളാം. ദൈവത്തോടുള്ള സമാധാനം. രണ്ടാമത് മനുഷ്യരോടുള്ളതായിരിക്കുന്ന സമാധാനം. മനുഷ്യരോട് സമാധാനമില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് സാധിക്കുകയില്ല. അത് നമ്മളുടെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ വഹിക്കണം. ഇനി ഞാൻ പറയാം, ജീവിത സാഹചര്യങ്ങളോടുള്ള സമാധാനം. ജീവിത സാഹചര്യങ്ങളോടുള്ളതായിരിക്കുന്ന സമാധാനം. നിങ്ങളെന്നാ സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്നാണ് സന്തോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി ഞാൻ വിചാരിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യും? ഞാൻ
സന്തോഷിക്കും അല്ലേ? അതെന്താ വരുന്നേ? ഏൻ ചത്തേ കോളി പോവും. ഈ മനുഷ്യൻ നമ്മൾ മരിക്കുന്നത് വരെ അങ്ങനെ ഒരു സ്ഥിതി വരാൻ പോകുന്നില്ല. ഇന്ന് വർത്തമാന കാലത്ത് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സാഹചര്യങ്ങളോട് സമാധാനമായിരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച്, അതിനോട് ചേർത്ത അടുത്താട് പറയുന്നത് വിശ്വാസം എന്ന് പറഞ്ഞതാ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാനായിട്ട് ഇന്ന് തീരുമാനിച്ചെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൊരു ജീവൻ തരുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യവും സന്തോഷത്തെ എടുത്തു കളയേണ്ട കാര്യമില്ല. ആ സാഹചര്യങ്ങളെ ഒക്കെ ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും? ഇല്ല, അങ്ങനെ ഒരു അവസരം വരില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഐ ഹാവ് ലേൺഡ് ദ സീക്രട്ട്. ഞാൻ ഒരു രഹസ്യം പഠിച്ചിരിക്കുന്നത്. അതെന്താ? ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടെ ഇരിക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ദരിദ്രനാണ് എങ്കിൽ ഞാൻ ആ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ജീവിക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാശ് കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ആഹാരമുള്ളപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കാൻ എനിക്കറിയാം, വിശന്നിരിക്കാനും അറിയാം. എന്തൊരു ഭയങ്കര പഠനമായല്ലേ. ദരിദ്രരായിരിക്കാൻ അറിയാവുന്ന ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അവർ സമ്പന്നരായാൽ അവർ അയൽവക്കക്കാരനെയും ഉപദ്രവിക്കും, ഒരു സമാധാനം തരികയില്ല. എനിക്കൊരു സ്നേഹിതനെ അറിയാം. ദൈവമേ, അതൊരു നല്ല മനുഷ്യനായിരുന്നു. കാശില്ലാത്ത കാലത്ത്, അദ്ദേഹം ദരിദ്രനായിരുന്ന കാലത്തൊരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ UK പോയി, അദ്ദേഹത്തിന് കാശ് കിട്ടി. അദ്ദേഹം ദൈവത്തെയും വിട്ടു, മനുഷ്യനെയും വിട്ടു. അയ്യോ, എന്തോ പരിപാടിയാ! ആകപ്പാടെ കുളമായി. സമ്പത്ത് കൈകാര്യം ചെയ്യാനായിട്ട് പുള്ളിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ശലോമോൻ പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയിട്ട് ഞാൻ ദൈവം ആരാന്ന് ചോദിക്കുക. സമ്പത്ത് കുറേ കിട്ടിക്കഴിഞ്ഞു, ആരാ ദൈവം? തലയങ്ങ് പോക്കി. അയ്യോ, എന്തൊരു പരിപാടിയാണ് അത്! ഞാൻ ദൈവത്തെ ആരാന്ന് ചോദിച്ച് ദൈവത്തോട് മത്സരിക്കുകയോ പിന്നെ ദരിദ്രനായി തീർന്ന് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിന് അപമാനം വരുത്തുകയോ ചെയ്യാതിരിക്കാനായിട്ട് അന്നത്തേക്കുള്ളത് മാത്രം തന്നെ പരിപാലിക്കണമെന്ന് പൗലോസ് പറഞ്ഞ്, എനിക്ക് ഇച്ചിരി കൂടുതൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനത് ദൈവഹിത പ്രകാരം കൈകാര്യം ചെയ്യും. ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞാൻ ജീവിക്കും. നമ്മളാരും പട്ടിണി കിടന്ന് മരിക്കൂല കേട്ടോ, മരിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം സന്തോഷിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് അതിനൊന്നും കുഴപ്പമില്ലെന്നേ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സന്തോഷിക്കാനായിട്ട് എത്ര മുറികളുള്ളൊരു വീട് വേണം? 3 മുറി, അതിൽ 2 മുറി എയർ കണ്ടീഷൻ വേണം. 2 മുറിയല്ല 3 മുറി എയർ കണ്ടീഷനുള്ള ആളുകൾ നരകം പോലെ ജീവിക്കുന്നത് എനിക്കറിയാമല്ലോ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സന്തോഷമായി ജീവിക്കാനായിട്ട് ഇതൊന്നും ആവശ്യമില്ല. ഇല്ല. ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ പണവും സാഹചര്യങ്ങളും ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അത് സമാധാനമാണ്, അത് സന്തോഷമാണ്. അത് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിനും എടുത്ത് കളയാനായിട്ട് സാധിക്കില്ല. ഞങ്ങളൊക്കെ ദാരിദ്ര്യമായിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാകട്ടോ. ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയും, നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയല്ലേ എന്നൊക്കെ പറയേ. അയ്യോ, ദാരിദ്ര്യമായിട്ടൊക്കെ ജീവിച്ച ആളുകളാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ വളരെ സന്തോഷമായി ജീവിച്ച ആളുകളാണ്. എൻ്റെ അപ്പൻ ഒരുപാട് തമാശ പറയുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ചിരിയാണ്. വൈകുന്നേരത്തൊക്കെ ഭയങ്കര ചിരിയാണ്. പിന്നെ ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മ രാവിലെ മുതൽ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, രാത്രി 12 മണി വരെ ജോലി ചെയ്യും. അപ്പോൾ പശുക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്, വലിയ കൂടെ നടക്കും. അപ്പോൾ മിക്കവാറും കുക്കിങ് തുടങ്ങുന്നത്
ഒരു വൈകുന്നേരത്തിൽ 6 മണിയൊക്കെ 7 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അത്താഴം കിട്ടണമെങ്കിൽ ഒരു 10 മണി 10:30 11 മണിയൊക്കെ ആയിട്ടേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ 7-8 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അത് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ്, അപ്പൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞങ്ങളെന്തെങ്കിലുമൊക്കെ പറയും, ഞങ്ങളെല്ലാം കൂടി ഇന്ന് ചിരിച്ച്, പിന്നെ എന്തെങ്കിലും ബൈബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോഴത്തേക്കൊക്കെ അത്താഴം വേണ്ടൊക്കെ റെഡിയായി. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആളുകൾക്കറിയാമായിരുന്നു ഇത് സന്തോഷമുള്ളൊരു വീടാണെന്ന്. അവർക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആൾക്ക് ഇഷ്ടമായിരുന്നു. അത് ഒരുപാട് കാശുള്ളത് കൊണ്ടല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, കിടക്കാൻ പറ്റും, അതിനുള്ള സൗകര്യമൊന്നുമല്ല. സ്നേഹമുള്ള ചില മനുഷ്യർ, സന്തോഷമുള്ള ചില മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത. നമ്മുടെ സന്തോഷം ആരും എടുത്തു കളയാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ സന്തോഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് സമാധാനപരമായി ഇടപെട്ട് ദൈവഹിത പ്രകാരം അതിനെ കൈകാര്യം ചെയ്ത് ദൈവത്തിൽ ആനന്ദിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കണം. അതാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി എത്ര ശമ്പളം കിട്ടും? എനിക്കറിയില്ല, ഉള്ള ശമ്പളം മതിയെന്നേ. അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കുക. ഞാൻ സൗരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിൽ 40 രൂപ കൊടുത്താൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും. അങ്ങനെ ഒന്ന് റോയ് പോൾ സാർ 40 രൂപ കിട്ടും. എന്തിനാ ഒരുപാട് കാശ്? സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചാൽ ദൈവത്തോട് നല്ല ബന്ധമാണ്, മനുഷ്യരോട് നല്ല ബന്ധമാണ്, ഹൃദയത്തിന് സമാധാനമാണ്. അല്പം ആഹാരം കിട്ടിയാൽ അത് നന്നായിട്ട് ദഹിച്ചു പോയിക്കോളും. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ജീവിതമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടുള്ളതായിരിക്കുന്ന സമാധാനം. അതിനടിസ്ഥാനമായിട്ട് അദ്ദേഹം പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്, വിശ്വാസമാണ്. നിങ്ങൾക്ക് എത്ര സാഹചര്യങ്ങൾ അനുകൂലമായാലും, ചില ആളുകളോട് റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ച് അമേരിക്കയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർ പറയും ഒന്ന് വരട്ടെ എന്ന്. വരട്ടെ, ഞങ്ങൾക്ക് ഇത്ര കാശുണ്ട്, പക്ഷേങ്കിൽ അത് വി ആർ നോട്ട് കോൺഫിഡൻറ്റ് ദാറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് അസ് ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ്. വരട്ടെ, റിട്ടയർ ചെയ്യാനായിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞവൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകുകയും ചെയ്തു. ഉണ്ടാക്കി കാശൊന്നും ഉപയോഗിക്കാനും സാധിച്ചില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമേ മനുഷ്യർക്ക് സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം പുലർത്തും എന്നുള്ള ഉറപ്പിൽ മാത്രമേ മനുഷ്യർക്ക് സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം എന്നെ പുലർത്തും, എൻ്റെ ജീവിതത്തെ നടത്തുവാനും എനിക്ക് ആവശ്യമുള്ളത് തരുവാനും ദൈവത്തിന് കഴിയും, ദൈവം തന്നതും മതി എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് മാത്രമേ സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല സാഹചര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാഹചര്യങ്ങൾ അതിന് സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കണം കേട്ടോ. അതൊന്നും ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യമല്ല. പക്ഷേങ്കിൽ അത് കിട്ടിയെങ്കിലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സന്തോഷം എല്ലായ്പ്പോഴും മരീചികയായിരിക്കും. ആ സന്തോഷം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ദൈവം എനിക്ക് മതി, അവൻ എന്നെ പുലർത്തും, അവൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല, അവൻ എന്നെ പുലർത്തുവാനായിട്ട് മതിയായവനാണ്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ ദൈവം എനിക്ക് തരും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ദൈവം തന്നതിൽ ഞാൻ സംതൃപ്തിപ്പെടും, ഞാൻ ധൈര്യപ്പെടും എന്നുള്ള തീരുമാനമാണ് സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിനുള്ളൊരു ആപ്ലിക്കേഷൻ കൂടെ ഞാൻ പറയാം. രണ്ടാമത്തെ പോയിന്റുള്ള ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണ്? ഭാരമില്ലെങ്കിൽ സന്തോഷം, ഭാരപ്പെടുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സമാധാനത്തെ എടുത്തു കളയുന്ന എന്ത് വിഷയമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്? ഏത് വിഷയമാണ് നിങ്ങൾ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നത്? നിങ്ങൾ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന വിഷയം ഇതാണ്, ഞാനത് നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ അതിന് മേലെ എനിക്കൊരു ജയം തരണം എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവം അതിന് മതിയായവനല്ലേ? വാട്ട് ഈസ് യുവർ കൺസേൺ? വിൽ യു ബ്രിങ് ദാറ്റ് ബിഫോർ ഗോഡ് ദിസ് വീക്ക് ആൻഡ് പ്രേ? കർത്താവ്, ഇതിൻ്റെ മേലെ എനിക്ക് ജയം വേണം, ഞാൻ സന്തോഷമുള്ള മനുഷ്യനായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇത് അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നിരന്തരമായി എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയമായത്, എനിക്കും കൂടി ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല, നീ എന്നെ സഹായിക്കണം. അത് നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കണം ഈ ആഴ്ചയിൽ. നമുക്ക് ഈ ആഴ്ചയുടെ അവസാനത്തിൽ ദൈവം തരുന്ന സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. വാട്ട് ഈസ് യുവർ കൺസേൺ? വാട്ട് ഈസ്
ദാറ്റ് ടേക്സ് യുവർ ജോയ് അവേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന വിഷയം എന്താണ്? അപ്പോൾ അത് നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എനിക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് പറയാനുള്ളത്. അപ്പം ഞാൻ 2 കാര്യം നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായ വ്യക്തിബന്ധങ്ങളാണ്. 2, ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സമാധാനവും ദൈവത്തിലുള്ള ആശ്രയവുമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ സമാധാനമായി, മനുഷ്യരോടും സാഹചര്യങ്ങളോടൊക്കെ സമാധാനമായി ജീവിക്കുന്ന ആ ജീവിതമാണ് സന്തോഷകരമായ ജീവിതം. 3-ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. 3-ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നാം അനുഭവിക്കുന്നത് നാം നമ്മുടെ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, ദൈവാനുഗ്രഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കർത്താവിനോട് നമുക്ക് അക്ഷയമായ സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവകൃപ, ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ കൃപയുടെ ആസ്വാദനം എന്നാണ് പറഞ്ഞത് കേട്ടോ. കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നതാണ്. രക്ഷിച്ചപ്പോൾ തന്നെ കർത്താവ് നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് തന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവം തന്ന ഈ കൃപ എന്താണെന്ന് തിരിച്ചറിയുകയോ ആ കൃപയുടെ അനുഗ്രഹം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല വിശ്വാസികൾ. അതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. They don't know the grace and they don't experience the grace that God has given to them. ദൈവം അവർ കൊടുത്തതായിരിക്കുന്ന കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതിനെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അക്ഷയമായി കർത്താവിനെ സ്നേഹിക്കുന്നത്. എഫേസ്യ ലേഖനം നിങ്ങൾ ആരംഭം മുതൽ വായിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം, ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതായിരിക്കുന്ന പ്രസ്താവന എങ്ങുമില്ല കേട്ടോ. ഇതാദ്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ദൈവം സ്നേഹിച്ച കാര്യത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ ആരംഭം മുതൽ ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിനൊരു പ്രതികരണം വേണ്ടേ? ദൈവത്തെ സ്നേഹിക്കണ്ടേ? ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയുന്ന ആശയം അങ്ങനെയുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താ? അയ്യപ്പനോടുള്ള സ്നേഹമാണ്, അയ്യപ്പനോടുള്ള സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പൊന്നെ, അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് പോകുന്ന ആൾക്കാരില്ല. അയ്യപ്പോ എനിക്കിതിനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊന്നും പറയത്തില്ല. അങ്ങനെ ആശയമില്ല. മുസ്ലിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാ നിസ്കരിക്കാൻ വരുന്നത്? അള്ളാഹുവിനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദിനോടുള്ള സ്നേഹവും എൻ്റെ ഹൃദയത്തിൽ അതൊന്നുമില്ല. അങ്ങനെ ആശയമില്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് തന്ന നിസ്തുല്യമായ അനുഭവമാണ്. ദൈവസ്നേഹം എന്ന് പറയുന്നത് അത് ക്രിസ്തീയമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവം തന്ന കാര്യമാണ്. നമുക്ക് വ്യക്തിപരമായ കർത്താവിനെ അറിയാവുന്നേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദം എന്താ? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. അതാ. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനുള്ള സ്നേഹമുണ്ടോ? അത് 3-ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷനും അതാ. നിങ്ങൾ ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് നിന്നോട് ഹൃദയംഗമായ സ്നേഹമുണ്ട്. കർത്താവിനോട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, കർത്താവ്, എനിക്ക് കർത്താവിനോട് ഹൃദയംഗമായ സ്നേഹമുണ്ട്. പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന് അറിയത്തില്ലയോ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കർത്താവിനറിയാം. കർത്താവിനെ പ്രതിയല്ലത് പറയുന്നത് കേട്ടോ, എന്നെ പ്രതിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കാനായിട്ട് എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന്.
കർത്താവിനറിയാം എൻ്റെ ഹൃദയം. കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന, അക്ഷയം എന്നുള്ളതിരിക്കുന്ന വാക്ക് ക്ഷയിക്കാത്ത, തീർന്നു പോകാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സത്തെ എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങളെന്തിനാ സഭയോഗത്തിന് എഴുതിയതിനാ? എന്തിനാ വെറുതെ? പല കാരണങ്ങൾ കാണും. എന്ന് പറയും, എനിക്ക് യേശു ക്രിസ്തുവിനോട് സ്നേഹമാണ്, അവിടെ ഒരുമിച്ച് കൂടി കർത്താവ് വലിയ ആളാണെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ വരുവാന്ന്. അതെത്ര നല്ലൊരു പ്രസ്താവനയായിരുന്നു. നമ്മളെന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? നമ്മുടെ കർത്താവ് വലിയവനാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഒരുമിച്ച് പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നാം വരുന്നത്. പാട്ടുപാടും, കർത്താവേ നീ എത്ര വലിയവനാണ്, നിൻ്റെ സ്നേഹം എത്ര അത്ഭുതകരമാണ്, അല്ലേ? എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. അർത്ഥമൊക്കെ മനസ്സിലാക്കിയാണോ പാടുന്നതെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ സ്നേഹം പരസ്യപ്പെടുത്തുവാൻ, എനിക്ക് സ്നേഹമുണ്ട് എന്ന് അറിയിക്കുവാൻ, അതിനുവേണ്ടിയാണ് ഞാൻ ഒരുമിച്ച് വരുന്നത്. അപ്പോസ്തലനായ പൗലോസിന് സമാനമായിരിക്കുന്ന പ്രസ്താവന കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ഏവനും ശപിക്കപ്പെട്ടത്. അനാഥമാണ്. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു അപരാധമില്ല കേട്ടോ. കർത്താവിനെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു അപരാധം രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചില്ല. നിങ്ങൾ വെള്ളത്തിൽ വീണ് ചാകാൻ തുടങ്ങുക, അപ്പോൾ ഒരാൾ അതിലേക്ക് ചാടി നിങ്ങളെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു മനോഭാവമാണ്. അപ്പോൾ അയാൾ കരയ്ക്ക് വലിച്ചു കയറ്റി വായിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ചാടി അവസാനം കണ്ണു തുറന്നു. അപ്പോൾ ഈ മനുഷ്യനെ കണ്ടു. അപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം നമ്മളെ ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടുത്തിയ ആളാണ്. അദ്ദേഹത്തോട് എന്താ പറയേണ്ടേ? എൻ്റെ സ്നേഹിത, അല്ലേ? എന്തൊരു സ്നേഹം, അല്ലേ? എന്തൊരു നന്ദിയാണ്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനോട് സ്നേഹമില്ല, കർത്താവിനോട് നന്ദിയില്ല എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു അപരാധമില്ല. കർത്താവിനോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ ആസ്വദിക്കുവാനുള്ള വഴിയെന്ന് പറയുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്നേഹിക്കുവാൻ എത്രത്തോളം നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നു, അത്രത്തോളം ക്രിസ്തീയ ജീവിതം ആവേശകരമായി തീരും, ദൈവകൃപ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആഴ്ചയിൽ കർത്താവിനോട് പറയുമോ രാവിലെ, കർത്താവേ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഭയങ്കര അക്ഷയമായ സ്നേഹം, ക്ഷയിച്ചു പോകാത്ത, ഒരിക്കലും കുറയാത്ത, വർദ്ധിച്ചു വരുന്ന, നിലനിൽക്കുന്ന ആഴമേറിയ ഒരു സ്നേഹം എനിക്ക് നിന്നോടുണ്ട്. കാരണം നീ കർത്താവിനെ സ്നേഹിച്ച് തൻ്റെ ജീവനെ എനിക്ക് വേണ്ടി തന്ന് എന്നെ രക്ഷിച്ച ആ വലിയ സത്യം ഞാൻ ഓർക്കുന്നയാളും ഞാനത് നന്ദിയോടെ സ്മരിക്കുന്നയാളും അതിന് പകരമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നയാളുമാണ് എന്നതാണ് നമുക്ക് കർത്താവിനോട് പറയാനായിട്ടുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും അനുഗ്രഹം അല്ലെങ്കിൽ സൗന്ദര്യം നിസ്വാർത്ഥമായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളാണ്. ക്രിസ്തീയ ജീവിതം നമുക്ക് സന്തോഷകരമായി കഴിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനവും കർത്താവിലുള്ള ആശ്രയവും നമുക്ക് അനുഭവേദ്യം ആയിത്തീരുമ്പോഴാണ്. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ, കർത്താവിനെ നമ്മൾ അക്ഷയമായിട്ട് സ്നേഹിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം അനുവദിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് പ്രാപിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാം. സന്തോഷകരമായിരിക്കുന്ന ജീവിതം നമുക്ക് നയിക്കാം. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.